Hi friends and welcome to yet another episode of economics. Okay, so normally economics are dealing with this can be used for UPSC level of knowledge, UPSC based level of knowledge use ചെയ്യാം അല്ലെങ്കിൽ LRPC ticket ലെവലിലും യൂസ് ചെയ്യാം. Okay, so എന്തുകൊണ്ട് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ടോപ്പിക് ഞാൻ എടുത്തു. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വേഴ്സസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ ജസ്റ്റ് നോക്കും ബിക്കോസ് രണ്ടിന്റെ ഒരു ക്ലാരിറ്റി ഓഫ് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ മാർക്കറ്റിലുള്ള പ്രൈസ് ചേഞ്ചസിന്റെ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ശതമാനം ചേഞ്ച് ആയി, എത്ര ശതമാനം റേറ്റ് കൂടി, എത്ര ശതമാനം റേറ്റ് കുറഞ്ഞു എന്ന് അറിയുന്ന അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുന്ന സാധനമാണ് ഈ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മള് ഹോൾസെയിൽ ലെവൽ, അതായത് നമ്മുടെ ട്രേഡർ ലെവലിൽ നിന്ന് നമ്മൾ നോക്കുകയാണ്. അത് ഹോൾസെയിൽ ആയിട്ട് ബൾക്കായിട്ട് നമ്മൾ ക്വാണ്ടിറ്റീസ് ഓഫ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തില്ലേ, നമ്മുടെ ഇപ്പോൾ റീറ്റെയിൽ ഷോപ്പോ അല്ലെങ്കിൽ മാർജിൻ ഫ്രീ ഒക്കെ അവരെന്ത് ചെയ്യും, ഒരുമിച്ച് ബൾക്കായിട്ടാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൈസ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഈ പേരിൽ തന്നെയുണ്ട് പ്രൈസ് ചേഞ്ച്. ഓക്കെ, പ്രൈസ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് 2021 100 കിലോഗ്രാം അരി വാങ്ങുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 2021 100 കിലോഗ്രാം അരി വാങ്ങുകയാണ്. നമ്മൾ 2011 100 കിലോഗ്രാം അരി വാങ്ങുകയാണ് അല്ലെ. ബൾക്കായിട്ടാണ് വാങ്ങുന്നത്, ഹോൾസെയിൽ റേറ്റിലാണ് വാങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും, പ്രൈസ് ഡിഫറൻസ് അല്ലെ. അപ്പൊ ആ പ്രൈസ് ഡിഫറൻസിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആരാണ് പുറപ്പെടുവിക്കുന്നത്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. UPSC ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഈസ് ബീങ് പബ്ലിഷ്ഡ് ബൈ എന്ന് പറഞ്ഞ് ചോദിക്കും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ട്രൂ ഓഫ് ഫോൾസ്, ഐ മീൻസ് നിങ്ങൾ ഫൈൻഡ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോ ജസ്റ്റ് സ്റ്റാർട്ട്. ഇത് ആരാണ് ഇറക്കുന്നത് വെച്ചാൽ നമ്മുടെ എക്കണോമിക് അഡ്വൈസർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ എക്കണോമിക് അഡ്വൈസർ ആണ് ഇത് ഇറക്കുന്നത്. എക്കണോമിക് അഡ്വൈസർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ എക്കണോമിക് അഡ്വൈസർ ആണ് ഈ ഒരു നമ്മുടെ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇറക്കുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മള് ഇപ്പോ 2011 നമ്മൾ ബേസ് ഇയർ ആയിട്ട് വെച്ചിരുന്നത്. പക്ഷെ ഈ ഇതല്ലായിരുന്നു യഥാർത്ഥത്തിലുള്ള നമ്മുടെ ബേസ് ഇയർ. നമ്മുടെ മുന്നേ ഉപയോഗിച്ചിരുന്നത് 2004 എന്ന് പറഞ്ഞൊരു ബേസ് ഇയർ ആയിരുന്നു ഉപയോഗിച്ചത്. അത് 2017 നമ്മൾ ആ ബേസ് ഇയർ എടുത്ത് കളഞ്ഞു. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് 2011 തൊട്ടുള്ള ബേസ് ഇയർ. 2011 നമ്മുടെ ബേസ് ഇയർ. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2011 എത്രയാണ് നമ്മൾ സാധനം വാങ്ങിച്ചിരിക്കുന്നത് വെച്ച് ഡിഫറൻസ് എടുത്തിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ഈ ഒരു ബേസ് ഇയർ നമ്മൾ എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. സർവീസസ് ഇത് കൺസിഡർ ചെയ്യില്ല. സർവീസസ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. പ്രൈസ് ഓഫ് സർവീസസ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. വളരെ ഇമ്പോർട്ടന്റ്, അത് സെന്റൻസ് ആയിട്ട് ചോദിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇത് എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് ഈ WPI, അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന് എത്ര ഗ്രൂപ്പ് ഉണ്ട്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇസ് പ്രൈമറി ആർട്ടിക്കിൾ. 3 ഗ്രൂപ്പാണുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഇസ് primary article. The second group is fuel and power. And the third group is manufactured item. Manufactured items. ഇതിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ എന്ന് പറയും, നമ്മുടെ മാനുഫാക്ചർഡ് ഐറ്റംസ് പറയും. 64.23% ആണ് മാനുഫാക്ചർഡ് ഐറ്റംസിന്റെ പെർസെന്റേജ്. ഓക്കെ, വെയിറ്റഡ് പെർസെന്റേജ്. ഫ്യൂവൽ ആൻഡ് പവർ ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അതിന് മുന്നേ വരുന്നത് പ്രൈമറി ആർട്ടിക്കിൾസ് ആണ്, 22.62%. ഈ പ്രൈമറി ആർട്ടിക്കിൾസിലാണ് നമ്മുടെ ഫുഡും അതുപോലെ തന്നെ നോൺ ഫുഡ് ആർട്ടിക്കിൾസ്. ഫുഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സിറിയൽസ്, പാഡി, വീറ്റ്, ഷുഗർ കെയിൻ, അതൊക്കെ വരും. നോൺ ഫുഡ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഫൈബേഴ്സ്, ഓയിൽ, സീഡ്സ്, അതുപോലെ തന്നെ മിനറൽസ്, ക്രൂഡ് ഓയിൽ, പെട്രോളിയം, ഇതൊക്കെ പ്രൈമറി ആർട്ടിക്കിൾസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫ്യൂവൽ ആൻഡ് പവർ ഐറ്റംസ് എന്ന് പറയുമ്പോൾ കോൾ, ഇലക്ട്രിസിറ്റി, മിനറൽ ഓയിൽസ് ലൈക്ക് പെട്രോൾ, ഡീസൽ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി ആർട്ടിക്കിൾസിൽ ഓയിൽ, സീഡും ഇതും വരും. ഏതാണ്? ക്രൂഡും വരും, ക്രൂഡ് പെട്രോളിയം വരും. ക്രൂഡ് പെട്രോളിയം പ്രൈമറിയിലാണ് വരുന്നത്. പക്ഷെ റിഫൈൻ ചെയ്തെടുക്കുന്ന സാധനമാണ് ഫ്യൂവൽ ആൻഡ് പവറിൽ വരുന്നത്. പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ മിനറൽ ഓയിൽസ്, പിന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് കോൾ. ഇലക്ട്രിസിറ്റി ഒക്കെ ഫ്യൂവൽ ആൻഡ് പവറിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ആർക്കാണ്? മാനുഫാക്ചർഡ് ഐറ്റംസ് ആണ്. മാനുഫാക്ചർഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽ, അത് മാനുഫാക്ചറിൽ തന്നെ 2 സംഭവങ്ങൾ വരും. ഫുഡ് പ്രൊഡക്ട്സും വരും, നോൺ ഫുഡും വരും. അപ്പൊ നോൺ ഫുഡിൽ എന്തൊക്കെ വരും?
നോൺ ഫുഡിൽ നമ്മുടെ കോട്ടൺ, ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ് അതൊക്കെ വരും, പേപ്പേഴ്സ് ഒക്കെ വരും. ഫുഡിൽ നമ്മുടെ ഫുഡ് ഐറ്റംസ്, ബട്ടർ, ഗീ, അങ്ങനത്തെ ഓയിൽ, അനിമൽ ഓയിൽ, വെജിറ്റബിൾ അനിമൽ ഓയിൽ, അതൊക്കെ ഫുഡ് ഐറ്റംസിൽ വരും. സോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ 3 കമ്പണൻസ് ആണുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, മാനുഫാക്ചറിംഗ് പ്രൊഡക്ട്സ്, അതിനാണ് ഏറ്റവും കൂടുതൽ 64.23%. അതിനുശേഷം പ്രൈമറി ആർട്ടിക്കിൾസ് 22.62%. അതിനുശേഷം ഫ്യൂവൽ ആൻഡ് പവർ, ദാറ്റ് ഇസ് 13.15%. ഓക്കെ, സോ ഞാൻ ഈ പെർസെന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സോ അതാണ് ജസ്റ്റ് അതുകൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇനി നമുക്ക് ഒരു ഇൻഡെക്സ് കൂടെ ഉണ്ട്. ഓക്കെ, ഞാനിത് പറഞ്ഞതെല്ലാം സെല്ലറിന്റെ ഇതിൽ നിന്നാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വരുന്നത്, അല്ലെ? അതായത് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നതിൽ നമ്മൾ സെല്ലറിനെയാണ് നോക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കൺസ്യൂമറിന്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രൈസ് ചേഞ്ചസ് നമ്മൾ നോക്കണ്ടേ? യെസ്, നോക്കണം. അതിനാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ജസ്റ്റ് ഇതിനൊരു ഡിഫറൻസ് നോക്കാം. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മള് എന്താ പറയുക, റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് വരുന്നത് നമ്മുടെ ഇത് ഗുഡ്സ് ഒള്ളിയാണ്. ഓക്കെ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ത് മാത്രമേ വരൂ? ഗുഡ്സ് മാത്രമേ വരുള്ളൂ, സർവീസ് അല്ല. പക്ഷെ ഇതിൽ ഗുഡ്സും ഉണ്ട്, സർവീസസും ഉണ്ട്. ഇതിന് രണ്ടിന്റെ ബേസ് ഇയർ ഒന്നാണ് 2011-12 ആണ്. രണ്ടിന്റെ ബേസ് ഇയറും 2011-12 ആണ്. ഇനി ഇത് പുറപ്പെടുവിക്കുന്ന ആൾക്കാർ രണ്ടും ഡിഫറൻസ് ആണ്. ഒന്ന് എക്കണോമിക് അഡ്വൈസർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇതിൽ നമ്മുടെ CSO, മിനിസ്ട്രി ഓഫ് MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, അതിന്റെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസർ NSO ആണ് CPI പുറത്തുവിടുന്നത്. അപ്പൊ CPI എന്ന് പറയുന്നത് ആ CPI പാർട്ടി CPI അല്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ, പ്രൈസ് ചേഞ്ച് ഇൻഡെക്സ്. ഇത് ഹോൾസെയിൽ പ്രൈസ് ചേഞ്ച് ഇൻഡെക്സ്, ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ എങ്ങനെയാണ് ബൾക്ക് ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കുന്നത്. പക്ഷെ ഇത് റീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ റേറ്റ് ചേഞ്ച്, അതായത് ഇപ്പൊ നമ്മള് സാധാരണക്കാർ വാങ്ങുന്നത് കൺസ്യൂമർ റേറ്റിലല്ലേ, റീറ്റെയിൽ റേറ്റിലല്ലേ. അപ്പൊ അതും അറിയണമല്ലോ. അപ്പൊ അതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ നെക്സ്റ്റ് അടുത്ത സെഷനിലേക്ക് പോകാം. ഇനി നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പഠിച്ചെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തിനാണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പഠിക്കുന്നത് ചോദിച്ചാൽ, നമ്മള് മാർച്ച് 2021 ഒരു സംഭവം നടന്നു. മാർച്ച് 2021 നമ്മൾ സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 7.39% ആയിട്ട് ഉയർന്നു, ഇൻക്രീസ് ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒക്ടോബർ 2012 ശേഷം ഏറ്റവും ഉയർന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് 7.39%. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻക്രീസ് ഇൻ സർച്ച് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിന് മുന്നേ എന്തുകൊണ്ട് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പഠിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ഒന്നെന്ന് പറയുന്നത് GDP-യുടെ ഡീഫ്ലേറ്റർ ആയിട്ട് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ കാണുന്നുണ്ട്. GDP ഡീഫ്ലേറ്റർ വേറെയാണ്, പക്ഷേ ഡിഫറെന്റ് മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുമ്പോൾ തന്നെ മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ റേറ്റ്, മണി ഫ്ലോ, ബാങ്കിങ്, ഇതൊക്കെയാണ് മാക്രോ എക്കണോമിക്കിൽ വരുന്നത്. അപ്പം ഈ ഒരു മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുമ്പോൾ അതിലൊരു ഏറ്റവും വലിയൊരു പങ്ക് GDP വഹിക്കുന്നുണ്ട്. അപ്പൊ GDP-യും മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തമ്മിലുള്ള ബന്ധം കൂടുതൽ പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോ എസ്കലേഷൻ ക്ലോസ് എന്ന സാധനമുണ്ട്. എസ്കലേഷൻ ക്ലോസ് വേറൊന്നുമില്ല, ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോ എന്താ പറയാ, റേറ്റ് കൂടി, അപ്പം മാർജിനിൽ എല്ലാ പ്രൈസ് റേറ്റും കൂടി, അപ്പം അങ്ങനെ കൂടുമ്പോൾ നമ്മുടെ സാലറി കൂട്ടണം, അല്ലെങ്കിൽ ആ രീതിയിൽ പറയാൻ വേണ്ടി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മിക്കവാറും ഉപയോഗിക്കാറുണ്ട്. അത് ട്രേഡിന്റെ കാര്യത്തിനാണ് മെയിൻ ആയിട്ടും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കൂടുമ്പോൾ പറയുന്നത്. CPI കൂടുമ്പോഴാണ് നമ്മൾ സാലറിക്ക് പറയുന്നത്. പക്ഷെ ട്രേഡിന്റെ കാര്യം വരുമ്പോൾ എല്ലാത്തിനും പൈസ കൂട്ടി, അതുകൊണ്ട് ഞങ്ങൾ പൈസ കൂട്ടി എന്നവർക്ക് പറയാം. അങ്ങനെ ഒരു സംഭവമാണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കൊണ്ട്. രണ്ടാമത്തത്, വൺ ഓഫ് ദി കീ മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റർ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. വെളിയിൽ നിന്നുള്ള രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ നോക്കുന്ന ഒന്ന് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ WPIക്ക് തന്നെ വേറൊരു സംഭവമുണ്ട്, ഫുഡ് ഇൻഡെക്സ്. ഓക്കെ, WPI ഫുഡ് ഇൻഡെക്സ്. അപ്പൊ ഈ WPI ഫുഡ് ഇൻഡെക്സ് പറയുമ്പോൾ ഈ പേര് പറയുന്ന പോലെ തന്നെ ഫുഡിന്റെ റേറ്റ് ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓഫ് ഫുഡ് പ്രൈസിന്റെ കൂടെ ആണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡ്
ഇൻഫ്ലേഷനെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഈ WPI അണ്ടറിൽ വരുന്നതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു പോവാണ്. ഓക്കെ, സോ എന്തുകൊണ്ട് ഇപ്പോ ഇങ്ങനെ ഇത്രയും ഒരു പൈസ കൂടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം കോവിഡ് ആണ്. സോ എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു WPI കൂടി ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് കോവിഡ് ആണ്. കോവിഡ് ഡിസ്റപ്ഷൻ കാരണം, കോവിഡിന്റെ കാരണം ഒരുപാട് സപ്ലൈ ഡിസ്റപ്ഷൻസ് ഉണ്ടാവുകയും അവിടെ ഇരുന്ന് തന്നെ വസ്തുക്കൾ എന്ത് ചെയ്യും, അഴുകിപ്പോവുകയും അങ്ങനത്തെ ഹോർട്ടി ക്രോപ്സ് ആണെങ്കിൽ അങ്ങനെ അറിയാം, ടൊമാറ്റോ, പൊട്ടാറ്റോ, ഓണിയൻ ഒക്കെ ആകുമ്പോൾ ലൈക്ക് അവർ പെട്ടെന്ന് റോട്ടായി പോകും അല്ലെ. അപ്പൊ അങ്ങനെ റോട്ടിനായി പോകും, ഇഷ്യൂസ് ഒക്കെ ആവും. കറക്റ്റ് ആയിട്ടൊരു സപ്ലൈ ചെയിൻ സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഇല്ലായിരുന്നു കൊറോണയുടെ സമയത്ത്. അതാണ് വൺ റീസൺ. ദി സെക്കൻഡ് റീസൺ ഈസ് റുപ്പി ഡിപ്രീഷിയേഷൻ ഓഫ് റുപ്പി. സോ നമ്മുടെ റുപ്പിയുടെ ഡിപ്രീസിയേഷൻ ആണ്, മനസ്സിലായി. റുപ്പി നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയും തോറും പ്രൈസ് കൂടും, അത് സാധാരണയാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് അല്ലാതെ തന്നെ കമ്മോഡിറ്റീസിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ദർ ഇസ് എ റൈസ് ഇൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. അടുത്ത റീസൺ എന്ന് പറയുന്നത് സീസണാലിറ്റി ഓഫ് പ്രൊഡക്ട്സ്. അതായത് ഇപ്പൊ നമ്മള് ഓണിയൻ ആണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിലാണ് കൂടുതൽ വരുന്നത്, പക്ഷെ അത് നമ്മളെന്താ പറയാ സീസൺ ആയിട്ട് വരുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ ആ സീസൺ അനുസരിച്ചായിരിക്കില്ല സപ്ലൈ വരുന്നത്. അപ്പൊ അതുകൊണ്ടൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഡാറ്റയുടെ ഒരു പ്രശ്നം. നമുക്ക് ഈ ഒരു ഡാറ്റ വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ക്രൂഷ്യലാണ്. കാരണം മാർച്ചിലുള്ള ഷാർപ്പ് ഇൻക്രീസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അളക്കാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ ഇതൊക്കെ കണ്ടാണ് WPIയുടെ ഇൻഡെക്സ് റേറ്റ് കൂടിയത്. ഓക്കെ, ഇനി ഇത് എങ്ങനെ നമ്മളെ ബാധിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഒന്ന് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. അതായത് നമ്മൾ ഹോൾസെയിലിൽ നിന്ന് വാങ്ങിയിട്ടാണ് റീറ്റെയിലിൽ വിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഹോൾസെയിലിലെ പ്രൈസ് റേസ് കൂടുകയാണെങ്കിൽ റീറ്റെയിൽ അതിന്റെ ഇരട്ടിയായിട്ട് കൂടും. സോ ദാറ്റ്സ് വൺ പോയിന്റ്. ആൻഡ് ദി അദർ പോയിന്റ് ഈസ് പോളിസി റേറ്റ് കട്ട്സ്. പോളിസി റേറ്റ് കട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറക്റ്റ് ആയിട്ട് അവരെ റിപ്പോ റേറ്റ് നോക്കാനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അത് നോക്കിയിട്ട് WPI CPI ഒക്കെ നോക്കിയിട്ടാണ് ഇവർ പോളിസി റേറ്റ് ആലോചിക്കുന്നത്. ഇപ്പൊ റെപ്പോ റേറ്റിന്റെ കാര്യം ഞാൻ പിന്നെ എടുക്കാം. ബട്ട് റെപ്പോ റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ബാങ്കിൽ നിക്ഷേപിക്കും. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, ആ സൈക്കിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് റെപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും ഒക്കെ തീരുമാനിക്കുന്ന ഈ ഒരു ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ടാണ്. അടുത്തത് ഇങ്ങനെയാണെങ്കിൽ ഹയർ ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹയർ ഇൻഫ്ലേഷൻ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എക്കണോമിയിൽ ഓൾറെഡി കൊറോണയുടെ പ്രശ്നം കാരണം തകർന്നിരിക്കുക. അതിന്റെ മേളിൽ ഈ ഒരു ഇൻഫ്ലേഷനോട് വരുമ്പോൾ അടിപൊളിയായിരിക്കും. മൊത്തം പറഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അപ്പോ നമ്മുടെ എക്കണോമിയുടെ കാര്യം അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഓക്കെ, സോ എനിവേ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇംപേഴ്സണേഷൻ ചെയ്തതാണ്. ഓക്കെ, എനിവേ ദിസ് ഇസ് അബൌട്ട് WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതേപോലെ എക്കണോമിയുടെ കൂടുതൽ സെഷൻസും റെപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഇതിനെപ്പറ്റി ഡിഫറൻസ് അറിയത്തില്ല, അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടൊരു ക്ലാസ് വേണമെങ്കിൽ അതും പറയാം. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. Until next time.